തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇതിലേ പോയ ആരും ശ്രദ്ധിക്കില്ല. പതുക്കെ വാ. ആരോ, നീ എങ്ങോട്ട് നോക്കരുത്, നേരെ നടന്ന് വണ്ടി കയറിക്കോ. മെല്ലെ വന്നാ മതി. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. ആർക്കും സംശയം തോന്നാത്ത രീതി വേണം പോവാൻ. നീ നടക്കുന്ന കാണുമ്പോഴാ സംശയം തോന്നുന്നത്. എന്താണ് നാളത്തെ കുഴപ്പം? നിന്നിപ്പോ 8 കല്ലെ പോലെയല്ലേ ഞാൻ നടക്കണേ. വഴക്കുണ്ടാക്കിയത് നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ട് ആളെ കൂട്ടല്ലേ. പോലീസ് പോയില്ലെങ്കിൽ പണിയാവും. ഒന്ന് വാ. പതുക്കെ വരണേ. പോലീസ് പോയെന്ന് തോന്നുന്നു, പേടിക്കാനില്ല. അയ്യോ, ഇവന്റെ ലുക്കൗട്ട് നോട്ടീസ്. എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ. പോലീസുകാർ ആശുപത്രി പോലും വെറുതെ വിട്ടിട്ടില്ല. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് തന്നെ കിട്ടുന്നില്ലല്ലോ. ആരഫ്, നീ അത് ശ്രദ്ധിക്കണ്ട. നീ വാ, വണ്ടി കയറാം. ചെല്ല വന്നേ, വേഗം ചെല്ല. ഇവന്മാര് പോയില്ലായിരുന്നോ? അതെ, ആരും അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. എല്ലാരും ചെന്ന് വണ്ടി കയറിക്കോ. ആരഫ്, നീ വേഗം ചെന്ന് വണ്ടി കയറിക്കോ. അവർക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. സർ, ഞങ്ങള് പാടി.
സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സർ ഇവരെന്തിനാണോ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സർ ഇവരാ റോസ്മേരി ഹോസ്റ്റലിലെ പിള്ളേരാ. ആ മനസ്സിലായി. താണല്ലേ മേയറുടെ മകള്? അതെ സർ. എന്താണ് കേസ്? കോളേജിൽ അടിപിടി വല്ലതും നടന്നോ? ഞങ്ങൾ ഒരു സത്യം വെളിപ്പെടുത്താനായി വന്നതാ സർ. അന്നത്തെ പോലെ അണ്ണോൻ നമ്പർ കളിയാണെങ്കിൽ അത് ഇവിടെ വേണ്ട. ആ പിള്ളേരെ കളിയൊക്കെ ഹോസ്റ്റലിൽ മതി. അതൊന്നുമല്ല സർ, പോലീസ് അന്വേഷിക്കുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കുറിച്ച് പറയാനാ ഞങ്ങൾ വന്നത്. ഏത് പിടിയിട്ടാ പുള്ളി? ആരവെന്ന പ്രതി. ആരോ? ആ പ്രതിയെ ഞങ്ങൾ നേരിട്ട് കണ്ടു സർ. എവിടെ കണ്ടു? ആ പ്രതിയെ ഞങ്ങൾ കണ്ടത് ആരോടൊപ്പമാണെന്ന് അറിഞ്ഞ സാറ് ഞെട്ടും.